കേരളത്തോട് വീണ്ടും അവഗണന. കേന്ദ്രത്തിന്റെ പ്രളയ സഹായ പ്രഖ്യാപനത്തിൽ കേരളമില്ല. 3 സംസ്ഥാനങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനത്തെ പരിഗണിച്ചില്ല. അച്യുതൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. അച്യുതൻ, വീണ്ടും ഈ രീതിയിലുള്ള ഒരു അവഗണന അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ പ്രഖ്യാപനം? അതിൽ കേരളമില്ല എന്നതാണല്ലോ നമ്മളെ കുഴക്കുന്നതും നമ്മളെ നിരാശപ്പെടുന്നതും. തീർച്ചയായിട്ടും പ്രജിൻ പ്രവിധ, കാരണം രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചത്. മരണനിരക്ക് അത് ഉയരുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായി. ആ ഘട്ടത്തിൽ പോലും സംസ്ഥാനം ആവശ്യപ്പെട്ടത് അടിയന്തരമായിട്ടുള്ള ഒരു കേന്ദ്രത്തിന്റെ ഇടപെടൽ, അത് ധനസഹായം എന്ന നിലയിൽ നൽകണമെന്നൊരു ആവശ്യം കേരളം മുന്നോട്ട് വച്ചിരുന്നു. ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഡൽഹിയിലെത്തി വിശദമായ നിവേദനവും കൈമാറിയിരുന്നു. പക്ഷേ അതിലൊരു കാലതാമസം എടുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ 3 സംസ്ഥാനങ്ങൾക്ക് ഈ പ്രളയ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും വിലയിരുത്തുമ്പോൾ BJP അധികാരത്തിലിരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടി രൂപയുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കേരളം ഉൾപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര റിപ്പോർട്ട് പരിശോധിച്ച് അതിന്റെ മുറയ്ക്കായിരിക്കും സഹായം ധനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട അറിയിച്ചിരിക്കുന്നത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസ് ഈ ഒരു നടപടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഒരു കടുത്ത വിവേചനമാണ് പശ്ചിമ ബംഗാളിനോട് കാണിച്ചത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ വിലയിരുത്തുമ്പോൾ കർണാടക, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രളയ സമാന സാഹചര്യങ്ങൾ ഈ മൺസൂൺ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഒരു വിവേചനപരമായിട്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്രം നടത്തിയത്. കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇടങ്ങളിലാണോ ഇപ്പോൾ സഹായധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്? പ്രവിധ, അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം പറഞ്ഞിരിക്കുന്നത് മൺസൂൺ കാലത്തുണ്ടായ സാഹചര്യങ്ങൾ അത് പരിഗണിച്ചാണ് ഇപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾക്ക്, ഗുജറാത്തിനും മണിപ്പൂരിനും ത്രിപുരയ്ക്കും ഈ സഹായധനം നൽകിയിരിക്കുന്നത് എന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. അത് വിലയിരുത്തുമ്പോൾ അതുപോലെ തന്നെ ഈ ഗുജറാത്തിനെയും മണിപ്പൂരും ത്രിപുരയും പോലെ തന്നെ പ്രളയ സമാന സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന മറ്റു സംസ്ഥാനങ്ങളാണ് ഈ ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും. അതിനെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം ഉണ്ടായത് കേരളത്തിലാണ്. അപ്പോൾ അടിയന്തര ധനസഹായം അത് കേരളത്തിന് നിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കാരണം എല്ലാവരും ആവശ്യപ്പെടുന്നത് പോലെ ഒരു പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ വേണം. അത് ധനസഹായം എന്ന രൂപേണ തന്നെ ആ ഒരു ഇടപെടൽ ലഭിച്ചാൽ മാത്രമേ പുനരധിവാസം എത്രയും വേഗത്തിലേക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യം കൂടി അതായിരുന്നു. എന്തായാലും അത്തരം ആവശ്യങ്ങൾ ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല, പരിഗണനാ പട്ടികയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ധനസഹായം. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു. ഈ പ്രളയ സഹായ പ്രഖ്യാപനത്തിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല.